നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് കൊട്ടിക്കലാശിക്കും. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രമുഖ നേതാക്കളെ അടക്കം കളത്തിലിറക്കി കൊട്ടിക്കലാശം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. കൊട്ടിക്കലാശത്തിന് പ്രാദേശിക ഭരണകൂടം പ്രത്യേക സ്ഥലമൊരുക്കി നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയും ഞങ്ങളുടെ എല്ലാ റിപ്പോർട്ടർമാരും നിലമ്പൂരിൽ നിന്ന് ടീം ന്യൂസ് മലയാളം തയ്യാറായി നിൽക്കുകയാണ്. ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്കാണ്. പ്രസാദ്, അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളുമായി വെച്ച് നോക്കുമ്പോൾ പ്രചാരണത്തിന്. പക്ഷേ അത് പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മുന്നണികൾ എന്നുള്ളത് അവിടുത്തെ വീറും വാശിയും കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ കൊട്ടിക്കലാശം ഏതെല്ലാം വിധത്തിലാണ്, എവിടെയെല്ലാമാണ് കലാശക്കൊട്ട് നടക്കുക പ്രസാദ്? ബിനിൽ, ഇന്ന് പ്രധാനപ്പെട്ട 4 സ്ഥാനാർത്ഥികളിൽ 3 പേര് മാത്രമാണ് കൊട്ടിക്കലാശം നടത്തുന്നത്. നാലാമതായിട്ടുള്ള PV അൻവർ, അദ്ദേഹം ആദ്യം കൊട്ടിക്കലാശം തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അവസാന നിമിഷം അത് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കൊട്ടിക്കലാശത്തിനില്ല, അത് ആളുകളുടെ യാത്രാ സൗകര്യത്തെ അത് വലിയ തോതിൽ ബാധിക്കും, അതുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കണം എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ കൊട്ടിക്കലാശത്തിനുണ്ടാകില്ല. ആ സമയത്ത് വീട് കയറി വോട്ട് അഭ്യർത്ഥിക്കുകയായിരിക്കും ഉണ്ടാകുക. മറ്റ് 3 മുന്നണികളും LDF-ഉം UDF-ഉം NDA-യും വലിയ തോതിൽ തന്നെ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വഴിക്കടവിൽ നിന്നാണ് പ്രധാനപ്പെട്ട LDF-ന്റെയും UDF-ന്റെയും എല്ലാം അവരുടെ റോഡ് ഷോകൾ ആരംഭിക്കുക. അവിടെ നിന്നും റോഡ് ഷോ ആരംഭിച്ചുകൊണ്ട് നിലമ്പൂർ ടൗണിൽ, നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തകർ ആവേശത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിക്കുക. എന്തായാലും ബിനിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ വീറും വാശിയും ഈ പ്രചരണ രംഗത്ത് ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ പതുക്കെ തുടങ്ങി ആവേശത്തിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. കാരണം ആദ്യം LDF-ഉം UDF-ഉം നേർക്കുനേർ പോരാട്ടം എന്ന് പറയുമ്പോൾ പോലും PV അൻവറിനെ 2 കൂട്ടരും, LDF ആണെങ്കിലും UDF ആണെങ്കിലും വലിയ തോതിൽ ഗൗരവത്തോടുകൂടി സമീപിച്ചിരുന്നില്ല. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവഗണിച്ചു പോകുന്ന ഒരു നിലപാടാണ് LDF-ഉം UDF-ഉം സ്വീകരിച്ചിരുന്നത്. പക്ഷേ അൻവറിനെ അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളത് ഈ 2 മുന്നണികളുടെയും വിജയസാധ്യതയെ കൂടി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അൻവർ ഏത് ഭാഗത്തു നിന്നാണ്, UDF-ൽ നിന്നാണോ കൂടുതൽ വോട്ട് പിടിക്കുക, അല്ലെങ്കിൽ LDF-ൽ നിന്നാണോ വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഇതിൽ 9 വർഷത്തോളം നിലമ്പൂരിൻ്റെ LDF സ്വതന്ത്രനായി മത്സരിച്ച് നിലമ്പൂരിൻ്റെ MLA ആയി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു സ്വാധീനം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ പ്രചരണത്തിലാണ്. ആളുകളെ പരമാവധി കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേതാക്കൾ, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് രാവിലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പോയത്. എല്ലാ നേതാക്കളും നിലമ്പൂരിൽ തന്നെയാണ് ഉള്ളത്. മറ്റ് UDF-ന്റെയും BJP-യുടെയും എല്ലാം തന്നെ നേതാക്കളുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും. LDF സംസ്ഥാന കൺവീനറും അല്പസമയം മാധ്യമങ്ങളെ കാണും. എന്തായാലും വലിയ തോതിലുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഉള്ളത്. എല്ലാവരും തന്നെ കൊട്ടിക്കലാശത്തിലേക്ക് ഒരുക്കത്തിലേക്ക് പ്രവർത്തകർ അവരുടെ റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.